നമസ്തേ. കുറച്ച് വെയിലുകൊണ്ട് ഒത്തിരിക്കാമെന്ന് വിചാരിച്ച്. ഒന്നുമില്ല, സ്റ്റെപ്പുമ്മലിരിക്കുക. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന സമയത്തെ അന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചതുണ്ടായിരുന്നു. അതിങ്ങനെ എഡിറ്റിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഒരാളുണ്ട്, ഞാൻ മിണ്ടാതെ സൈഡിൽ കൂടെ പോയിക്കോളാം, ശല്യപ്പെടുത്താണ്ട് ചെയ്തിട്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പുമ്മൽ ഇതേ കണക്ക് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആരാന്ന് അറിയോ? ചേര അറിയില്ലേ? ചേര ഒരു പാമ്പിൻ്റെ വേറെ മോഡൽ. അതെ, ഞാൻ പെട്ടെന്ന് കണ്ടേ. പിന്നെ എനിക്ക് നല്ല സൗണ്ടുള്ള പാദസരാണേ. അപ്പോൾ ഒന്ന് കാലിങ്ങനെ ആക്കിയപ്പോൾ തന്നെ മൂപ്പര് തിരിഞ്ഞൊരൊറ്റ ഓട്ടം ഓടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 4 ദിക്കിലൊന്ന് നോക്കിയിരിക്കണം. ആരെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ മിണ്ടാതെ ഇറങ്ങി പോകണ്ടോ നോക്കണ്ടേ. അതുകൊണ്ട് പിന്നെ അല്ലാണ്ട് മുഖത്തേക്ക് വെയിലടിക്കണല്ലേ, ഞാനൊന്ന് സൈഡ് മാറിക്കാട്ടെ. പിന്നെ എല്ലാവരും ചായ കുടിച്ചോ? ജോലിക്കൊക്കെ പോയില്ലേ? ഇന്ന് പിന്നെ സാറ്റർഡേ, ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച ആയത് കാരണം വീട്ടിലാണ്. മക്കളതാ മണ്ണ് കളിക്കുന്നുണ്ട്. കളിച്ചോട്ടെ അല്ലേ, മണ്ണ് കളിക്കണമല്ലോ. വെറും ടി വിയും ഫോണും മാത്രം മതി. അമ്മ ഞങ്ങൾ കളിക്കട്ടെ അമ്മ. ഞാൻ പറഞ്ഞു എന്തേന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് അമ്മേ ഞങ്ങൾ ഒന്നും ആക്കൂല, എന്താ പറയുക, ഒരു പ്രാവശ്യം മണ്ണ് കളിച്ച് കംപ്ലീറ്റ് ചളിയാക്കിയിട്ട് എന്താ പറയുക, അവിടെ കളിക്കാൻ കൊണ്ടുപോകണ വേറെ ഒന്നുമല്ല കേട്ടോ, ചിരട്ടയൊക്കെ ഉണ്ടല്ലേ, ചിരട്ടയൊക്കെ കളിക്കാൻ കൊണ്ടുപോവാം. അന്നിപ്പം ഞാൻ ചിരട്ടയൊക്കെ കത്തിക്കാൻ എടുക്കുന്ന സംഭവമാണ്. കളിക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നനച്ചിടുന്നതിനും പ്രശ്നമൊന്നുമില്ല. വെയിലല്ലേ, അതങ്ങ് ഉണങ്ങിക്കോളും. പക്ഷേ എടുത്തോടത്ത് കൊണ്ടുവയ്ക്കണ്ടേ, ഇതില്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് അപ്പുറത്തുള്ള കണ്ടത്ത് പറമ്പിലൊക്കെ പോയിട്ട് ഞാൻ പെറുക്കി എടുത്തിട്ട് കൊണ്ടുവച്ചത്. എന്ന് വെച്ചാൽ പിന്നെ അതൊരു സംസാരം ഉണ്ടാവും. നമ്മൾ സ്വന്തം സ്ഥലമല്ലല്ലോ, വാടക വീടല്ലേ. അപ്പോൾ ചിരട്ട ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ അഥവാ മഴ എങ്ങാനും പെയ്ത് അതിൽ വെള്ളം കെട്ട് കിടക്കും. നമ്മളിപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നത്, നമുക്കിതിപ്പോൾ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഒരു സംസാരം ഉണ്ടാവണ്ടല്ലോ, അത് കാരണം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ചോദിക്കുക. എന്നാലും ഞാൻ കളിക്കാൻ വിടായികയൊന്നുമില്ല കേട്ടോ, അവർ കളിക്കട്ടെ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഫോണും ടി വിയും കണ്ടിട്ടാ എത്ര ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അല്ലേ. രക്ഷകളി, ഒളിച്ച് കളി, പിന്നെന്താ പോരുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കളി, എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും ഭാഗ്യം മക്കൾക്ക് കിട്ടണില്ല അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ആയി വരികയാണ്. അതുകൊണ്ടൊക്കെ ആവാം അല്ലേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങോട്ടും പോവായിരുന്നു, എവിടെ പോവായിരുന്നു, ഒന്നും ഒരു വിഷയമില്ലായിരുന്നു അല്ലേ. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെയാണ് സ്വർഗം. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആസ്വദിച്ചിരിക്കുന്നു. നമ്മുടെ സ്വർഗം ഏതാണെന്നറിയാമോ? നമ്മുടെ കുട്ടിക്കാലം. ആ കാലമായിരുന്നു നമ്മൾ ആ സ്വർഗ്ഗലോകത്ത് എന്ന് പറയുന്നത്. നമുക്ക് ടെൻഷനില്ല, കളിക്കാം, തിന്നാനൊക്കെ സമയത്ത് തന്നെ വിളിക്കും. ചിലരിതുണ്ട് കേട്ടോ കുട്ടിക്കാലം ഇത്. എന്നാലും ഇപ്പോഴത്തെ അപേക്ഷിച്ച് അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ആണെങ്കിൽ പോലും നമ്മളെ കുട്ടിക്കാലം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അത് ഇപ്പോഴത്തെ മക്കൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നോ അത് എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന അമ്മ തന്നെയാണ് കേട്ടോ. അവരുടെ മാതിരി അവരിലൊരു കുട്ടിയായിട്ട് ഞാനും ഇരുന്ന് കൊടുക്കും. ഇന്ന് പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഈ തിങ്കളല്ല, അടുത്ത തിങ്കൾ കമ്മീഷൻ വരും. അപ്പോൾ കുറച്ചൊരു ടൈമേ ഉള്ളൂ. അപ്പം പെയിൻറ്റും പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതിതാണ്. പിന്നെ നാളെ എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ പഠനയാത്രയിൽ ഒരു പഠനം ഇന്ത്യത് കഴിഞ്ഞു. ആ പഠനത്തിൽ എന്താ പറയുക, ഓരോരോ പഠനങ്ങളും നമുക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ തരുന്നതാണ്. അപ്പം ഈ പഠനയാത്ര എന്ന് പറയുന്നത് എനിക്ക് ദുരിതം പിടിച്ച പഠനയാത്ര തന്നെയായിരുന്നു കേട്ടോ. ഞാൻ റിസ്ക് എടുത്ത് എനിക്ക് ആ റിസ്ക് എൻ്റെ ഒരു എന്താ പറയുക, റസ്ക് തിന്നുന്ന പോലെ എന്നറിയില്ല, അതാണ് എനിക്ക്. റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാശി എന്ന് പറയത്തില്ലേ, അത്രയുണ്ടല്ലേ. എന്നാൽ ഞാനത് എന്താണ് ആ ഫിനിഷിങ് പോയിന്റിൽ എത്തിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരാളാട്ടോ ഞാൻ.
എനിക്ക് നടുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചുകൂടി പവർ കൂടും. എന്നിട്ട് ഞാനത് കുറച്ചുകൂടി നല്ലതായിട്ടും ചെയ്യാൻ നോക്കും. അതോണം എപ്പോഴാണ് എത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക 2 മിനിറ്റ് നേരത്തെയും കൂടി എത്താൻ നോക്കും. അങ്ങനത്തെ ആളാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം അങ്ങനെ ഒരു പരിപാടിയാണ് നാളത്തെ കാര്യം നാളെ പറയാം. ഓക്കെ. പിന്നെ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ ആരും മിസ് ചെയ്യരുത്. യാത്രകൾ കഴിയുന്നതും മൊബൈൽ വിഷ്വൽസ് ഉപയോഗിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെ. മൊബൈലിൽ കൂടി തന്നെ നമ്മുടെ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ ഇത് പകർന്നു വരുന്നതല്ലേ. അല്ലാതെ ഒരു മൊബൈൽ. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു യാത്ര ചെയ്യുമ്പോൾ ആരെ നോക്കിയാലും നമുക്കാണ് തല ഇങ്ങനെ കുമ്പിട്ട് ഫോണുമ്മേലായിരിക്കും അല്ലേ. എടുത്ത് ആരാ വന്നേക്കുന്നതെന്നും കൂടി അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യാത്രകളായിട്ട് ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നവരുണ്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കെൻ്റെ എന്താ പറയുക യാത്രകൾ എന്ന് വെച്ചാൽ എനിക്കത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ യാത്രകളിലാണ് കുറേയൊക്കെ അനുഭവങ്ങൾ, കുറേയെന്നല്ല അധികം അനുഭവങ്ങൾ യാത്രകൾ കൂടെയല്ലേ വരുന്നത്. എനിക്ക് മിക്ക അനുഭവങ്ങളും യാത്രകൾ കൂടെ തന്നെയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ സമൂഹം എങ്ങനെയാണ്, നമ്മുടെ ഓരോരോ സാഹചര്യങ്ങൾ, പിന്നെ അതേ കണക്ക് ഓരോരോ നല്ല നല്ല കാഴ്ചകൾ ഒക്കെ തരുന്നത് നമുക്ക് ഈ യാത്രകൾ തന്നെയാണ് അല്ലേ. ഓരോ സൗഹൃദങ്ങൾ കിട്ടുന്നത് ഈ യാത്രകളിലൂടെയാണ്. എനിക്കൊരു ഗുണ്ടൽപേട്ടിലുള്ള ഒരു അക്ക ആണോയെന്ന് ചോദിച്ചാൽ ആണ്. കോകില എന്ന് പറഞ്ഞത് യാത്രയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവർ കോഴിക്കോട് അവർക്കറിയില്ല, നാദാപുരത്തു നിന്ന് കയറിയതാണെന്ന് പറഞ്ഞു, ഗുണ്ടൽപേട്ടായിരുന്നു എന്നാണ്. അപ്പം പിന്നെ എനിക്ക് തമിഴ് ഒരു പ്രത്യേക ഒരു താല്പര്യം കൂടിയാട്ടോ. ഞാൻ തമിഴ് സംസാരിക്കാറുണ്ട്. തമിഴ് വായിക്കാനും അറിയാം, പറയാനും അറിയാം കേട്ടോ. പക്ഷേ അവർക്ക് മലയാളം അറിയുന്നതിനെ കൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ തമിഴിലേക്ക് കടന്നില്ല. കാരണം അവർ മലയാളം പറഞ്ഞ് പഠിച്ചോട്ടെ, അടുത്ത നമ്മളെന്തിനാ തമിഴ് പറയുന്നത്, അത് കാരണം നമ്മൾ തമിഴൊന്നും പറയാത്തതില്ല. അങ്ങനെ ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഹൈ ബൈ പറയലേ ഉള്ളൂ. പിന്നെ അവരുടെ ഡ്യൂട്ടി, നമ്മളെ ഡ്യൂട്ടി, അത്ര തന്നെ. അങ്ങനെയൊക്കെ സൗഹൃദങ്ങൾ കിട്ടും യാത്ര കൂടെ, സത്യമല്ലേ. പിന്നെ നല്ല നല്ല കാഴ്ചകൾ കിട്ടും. കുറേ വായ നോക്കിയിരിക്കാം അല്ലേ. അതും ചെയ്തൂടെ? ചെയ്യാന്നേ. അങ്ങനത്തെ ഒക്കെ ഒരു ഹരം യാത്രകളിലൂടെയല്ലേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ഞാനതേ പറയുള്ളൂ, ആണെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ ഫോൺ നമുക്ക് ഉപയോഗിക്കാം, വേണ്ടാന്നല്ല. ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ണിലൂടെ തന്നെ കണ്ട് നമുക്ക് കാഴ്ച തന്ന പിന്നെ എന്തിനാന്നേ വേറെ ഒരു ഫോൺ നോക്കി കുത്തിരിക്കാൻ. അല്ല, നമ്മളെ ചുറ്റിലുള്ള എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കണം. എന്താ പറയുക, ചില സൗഹൃദങ്ങൾ നമുക്ക് കിട്ടണം. ചില മായാത്ത ഓർമ്മകളായിട്ട് ചില കാഴ്ചകൾ നമ്മളെ ഹൃദയത്തിലേക്ക് പകരണം. ഇതിനൊക്കെയല്ലേ നമുക്ക് കാഴ്ച എന്ന് പറഞ്ഞാൽ വേണ്ട. വെറും ഫോണും ടി വിയും മാത്രം. പിന്നെ അതിനൊന്നും അല്ലല്ലോ. നമ്മളെ പണ്ടത്തെ കാലത്ത് ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നോ? നമുക്കൊരു യാത്ര എന്ന എന്താ മുഖ്യമായിട്ട് നമ്മൾ കാണുന്നത്? അവിടെ കാണാം, ഇവിടെ കാണാം, അത് എന്നൊക്കെ അല്ലേ. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് ഫോണിൽ കാണാം എന്ന് വെച്ചിട്ട് കാഴ്ചകളിലൂടെ കാണുന്ന മാതിരി നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് മാതിരി ഉണ്ടാവോ? ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്കൊക്കെ എങ്ങനെയാ അറിയില്ല. എനിക്ക് യാത്ര അതൊരു ഒന്നൊന്നര യാത്ര ആക്കാൻ തന്നെയാണ് ഇഷ്ടം. കാരണം ഇങ്ങനെ ഓരോ ഓളത്തിലും താളത്തിലും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുക. അതെന്താ വെച്ചാൽ അത് നമ്മുടെ വേറൊരു ഓർമ്മ അല്ലേ. അതത്ര തന്നെ അല്ലേ. അപ്പം അത്രയൊക്കെ തന്നെ കേട്ടോ. എന്നാൽ ശരി, ബൈ.